പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 73ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാമ്പാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നാവിൽ ഒരു പുളിരുചി അനുഭവപ്പെടുന്നില്ലേ? പലതരം പുളികൾ ഉപയോഗിക്കുന്ന മലയാളികൾ അത്ര സർവ്വസാധാരണമായി ഉപയോഗിക്കാത്ത ഒരു പുളിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ബിലിംബി അഥവാ ഇരുമ്പൻ പുളി. എയറോവ ബിലിംബി എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പഴങ്ങൾ ഉണ്ടാവുന്ന ഈ ചെറുവൃക്ഷം ഓക്സാലിഡേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെട്ട സസ്യമാണ്. എയറോവ എന്ന ജീനസിൽ ഉൾപ്പെട്ട ഈ സസ്യത്തിൻ്റെ മറ്റു പേരുകളാണ് ബിലിംബി, കുക്കുംബർ ട്രീ, ട്രീ സോറൽ, ബംബ്ലിംഗ് ഫ്രാം, പിക്കിൾ ഫ്രൂട്ട്, വിലുംബി എന്നിവ. ഇന്തോനേഷ്യയിലെ മലൂക്കു ദ്വീപാണ് ഈ സസ്യത്തിൻ്റെ ജന്മദേശം. തെക്കുകിഴക്കൻ ഏഷ്യയിൽ പൊതുവായും പ്രകൃതിദത്തമായും വളരുന്നു. അമേരിക്കയിലെയും തെക്കനേഷ്യയിലെയും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇവ കൃഷി ചെയ്ത് വരുന്നു. ഭക്ഷ്യയോഗ്യമായതും എന്നാൽ അത്യധികം പുളിരുചിയുള്ളതുമായ കായ്കളുണ്ടാവുന്ന ഈ സസ്യം കാരംബോള മരത്തിൻ്റെ ബന്ധുവാണ്. ഏകദേശം 15 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഈ ചെറുവൃക്ഷം ധാരാളം ശാഖകളോടുകൂടിയതാണ്. ബിലിംബിയുടെ ഇലകൾ ഓൾട്ടർനേറ്റ് രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളതും ഏതാണ്ട് 30 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളവയുമാണ്. ഓരോ ഇലയിലും 11 മുതൽ 37 വരെ ചെറു ഇലകൾ ക്രമീകരിച്ചിട്ടുണ്ടാവും. അണ്ഡാകൃതിയിൽ ഉള്ള ഇലകൾക്ക് 2 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളവും 1 മുതൽ 2 സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടായിരിക്കും. ഇലകൾ ശാഖകളുടെ അഗ്രഭാഗത്ത് കൂട്ടമായി കാണപ്പെടുന്നു. ഇലകൾക്ക് അരിനെല്ലിയുടെ ഇലകളോട് സാമ്യമുണ്ട്. നേരിയ സുഗന്ധമുള്ള പൂക്കളിൽ 10 മുതൽ 30 മില്ലിമീറ്റർ നീളമുള്ള 5 ഇതളുകൾ കാണപ്പെടുന്നു. അവ മഞ്ഞ കലർന്ന പച്ച നിറത്തിലോ ചുവപ്പ് കലർന്ന പർപ്പിൾ നിറത്തിലോ പ്രകടമാവുന്നു. കായ്കൾ അഥവാ പഴങ്ങൾ നീളത്തിൽ ദീർഘവൃത്താകൃതിയിൽ കാണപ്പെടുന്നു. അവയ്ക്ക് 4 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. കായ്കളിൽ വ്യക്തമല്ലാത്ത 5 കോണുകൾ കാണപ്പെടുന്നു. ഫലങ്ങളുടെ പുറന്തൊലി മിനുസമാർന്നതും അല്പം വീർത്തതും നേരിയതും മെഴുകുപോലെ ആവരണമുള്ളതുമാണ്. നേരിയ പച്ച നിറമുള്ള കായ്കൾ പാകമാകുമ്പോൾ മഞ്ഞ കലർന്ന പച്ച നിറത്തിലേക്ക് മാറുന്നു. ഫലത്തിൻ്റെ മാംസളമായ ഭാഗം വളരെ ക്രിസ്പിയും നീര് വളരെ പുളിയുള്ളതുമാണ്. അമ്ല സ്വഭാവം കാണിക്കുന്ന ബിലിംബി ജ്യൂസിൻ്റെ pH 4.47 ആണ്. അതുകൊണ്ട് തന്നെ ചട്നികളിൽ മാങ്ങ ഉപയോഗിക്കുന്നതിന് പകരം ബിലിംബി ഉപയോഗിക്കുന്നു. അച്ചാറുണ്ടാക്കുമ്പോൾ ബിലിംബിയുടെ അമ്ലത കുറയുന്നു. ഫലത്തിൻ്റെ അമ്ലത കാരണം പച്ചയായി നേരിട്ട് ഭക്ഷിക്കാൻ അധികം അനുയോജ്യമല്ലാത്ത ഒരു ഫലമാണ് ബിലിംബി. ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, മ്യാൻമർ, മലേഷ്യ എന്നിവിടങ്ങളിൽ വ്യാപകമായ തോതിൽ ഈ സസ്യം കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ സാധാരണയായി തോട്ടങ്ങളിലാണ് ഈ സസ്യം കാണപ്പെടുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇവ
വന്യമായി വളരുന്നു. തെക്കേ ഇന്ത്യയിൽ തീരപ്രദേശങ്ങളിൽ സസ്യം കണ്ടുവരുന്നു. 1793 തിമോറിൽ നിന്നും ജമൈക്കയിൽ ഈ സസ്യം പ്രചരിക്കപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം മധ്യ തെക്കൻ അമേരിക്കയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അവിടങ്ങളിൽ ഈ സസ്യം മിംബ്രോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സുറിനാമിൽ ലാർജ് ബിരംബി എന്നും ഗയാനയിൽ സൗറി, വൺ ഫിംഗർ, ബിലിംബി, കാമറങ്ക എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഉഷ്ണമേഖലാ സസ്യമായതിനാൽ തന്നെ തണുപ്പിനെ അതിജീവിക്കാൻ സാധിക്കുകയില്ല. ജൈവാംശവും നീർവാഴ്ചയുമുള്ള മണ്ണിൽ സസ്യം നന്നായി വളരുന്നു. ചുണ്ണാമ്പ് കല്ലുള്ള പ്രദേശങ്ങളിലും മണൽ മണ്ണിലും ഇവയ്ക്ക് വളരാൻ സാധിക്കും. വർഷം മുഴുവൻ മിതമായ തോതിൽ മഴ പെയ്യുന്ന പ്രദേശങ്ങളിലാണ് സസ്യം വളരാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ 2-3 മാസം വരെ ഉഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലും ഇവ വളരുന്നു. കാറ്റിൽ നിന്നും തണുപ്പിൽ നിന്നും സസ്യത്തിന് സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട്. ധാരാളം ഉപയോഗങ്ങളുള്ള ഒരു സസ്യമാണ് ബിലിംബി. ഇന്തോനേഷ്യയിൽ ഭക്ഷണത്തിന് പുളിരസം നൽകാൻ സാധാരണ പുളിക്കും തക്കാളിക്കും പകരമായി ബിലിംബി ഉപയോഗിക്കുന്നു. ഫിലിപ്പൈൻസിൽ കാമിയാസ്, ഇവ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബിലിംബി ഉപ്പ് ചേർത്ത് പച്ചയായി ഭക്ഷിക്കുന്നു. വെയിലത്ത് ഉണക്കി ഒരു സുഗന്ധദ്രവ്യമായി സൂക്ഷിക്കുന്നു. തക്കാളിയുടെ കൂടെ ചേർത്ത് സാലഡായി ഉപയോഗിക്കുന്നു. കൂട്ടത്തിൽ അരിഞ്ഞ ഉള്ളിയും സോയാ സോസും ഉപയോഗിക്കുന്നു. മലേഷ്യയിൽ മധുരമുള്ളതും പുളിയുള്ളതുമായ ജാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. കേരളത്തിലും കർണാടകയിലും പ്രധാനമായും മത്സ്യക്കറി ഉണ്ടാക്കാനാണ് ബിലിംബി ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് മത്തിക്കറി. കർണാടക, മഹാരാഷ്ട്ര, ഗോവ എന്നിവിടങ്ങളിൽ ഉപ്പും മറ്റ് സ്പൈസുകളും ചേർത്ത് പച്ചയായി ഭക്ഷിക്കുന്നു. ഗയാനയിലും മൗറീഷ്യസിലും അച്ചാർ ഉണ്ടാക്കാനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കാമെങ്കിലും വളരെയേറെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ് ബിലിംബി. ഇതിൽ ഉയർന്ന തോതിൽ ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതൊരുപക്ഷേ വൃക്ക പരാജയത്തിന് കാരണമായേക്കാം. ഉയർന്ന കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ചികിത്സയുടെ ഭാഗമായി ബിലിംബിയുടെ കോൺസെൻട്രേറ്റഡ് ജ്യൂയിസ് തുടർച്ചയായി ഉപയോഗിച്ച ധാരാളം പേരിൽ ഓക്സലേറ്റ് കാരണത്താൽ സംഭവിച്ച ട്യൂബുലാർ നെക്രോസിസ് എന്ന അവസ്ഥ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലേഷ്യയിൽ ക്രിസ് എന്ന വാളിൻ്റെ ബ്ലേഡ് വൃത്തിയാക്കാൻ ബിലിംബി ഉപയോഗിക്കുന്നു. ഫിലിപ്പൈൻസിൽ കറകളയാൻ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ റിമൂവറിന് പകരമായി ബിലിംബി ഉപയോഗിക്കുന്നു. മാൽഡീവ്സിലെ അദ്ദു എന്ന സ്ഥലത്ത് 20-ാം നൂറ്റാണ്ടിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുന്ന ഡൈ ആയി ബിലിംബി ഉപയോഗിച്ചിരുന്നു. മിതമായ തോതിൽ പാകം ചെയ്ത് ഭക്ഷിക്കേണ്ടതായ ഒരു ഫലമാണ് ബിലിംബി. അതുവഴി ഓക്സലേറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. വൈറ്റമിൻ സിയുടെ ഒരു നല്ല കലവറയാണ് ബിലിംബി. 100 ഗ്രാം പാകമാകാത്ത കായകളിൽ 20.82 മില്ലിഗ്രാമും പാകമായ കായകളിൽ 60.95 മില്ലിഗ്രാമും വൈറ്റമിൻ സി ഉണ്ട്. വർഷത്തിൽ 1-2 പ്രാവശ്യം വിളവെടുക്കാൻ സാധിക്കും. നാടോടി വൈദ്യത്തിൽ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ എന്നിവയുടെ ചികിത്സയ്ക്കായി ബിലിംബി ഉപയോഗിക്കുന്നു. നല്ലൊരു ആൻറ്റി മൈക്രോബിയൽ ഏജന്റ് കൂടിയാണ് ഈ ഫലം. ഓക്സാലിക് ആസിഡിൻ്റെ അളവ് വളരെ കൂടുതലായതിനാൽ നാട്ടിൻപുറങ്ങളിൽ ഇരുമ്പ് കത്തികളുടെ ബ്ലേഡിലുണ്ടാവുന്ന തുരുമ്പ് കളയാൻ ബിലിംബി കായകൾ ധാരാളമായി ഉപയോഗിക്കുന്നു. ഭക്ഷ്യനാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ചിലയിടങ്ങളിൽ ശരീരഭാരം കുറയ്ക്കാൻ കായകൾ ഉപയോഗിക്കുന്നു.
ചിലയിടങ്ങളിൽ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമായി ശരീരത്തിലെ ദുർമേധസ് അഥവാ ഒബിസിറ്റി കുറയ്ക്കുന്നതിനായി സസ്യത്തിൻ്റെ ഫലങ്ങൾ ഉപയോഗിക്കുന്നു. 23 മുതൽ 30 ഡിഗ്രി സെൽഷ്യസിൽ നന്നായി വളരുന്ന ഈ സസ്യത്തിന് 10 മുതൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ സഹിക്കാനുള്ള കഴിവുണ്ട്. പാകം ചെയ്ത് മിതമായ തോതിൽ ഉപയോഗിച്ചാൽ വളരെ നല്ലൊരു ഭക്ഷ്യപദാർത്ഥമായി പരിഗണിക്കാവുന്ന ഒന്നാണ് വിലുമ്പി. നഴ്സറികളിൽ സസ്യത്തിൻ്റെ തൈകൾ ലഭ്യമാണ്. ഒരു വിലുമ്പി നമ്മുടെ വീട്ടുപരിസരത്തും വളരട്ടെ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.